بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم من ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا من يرى ما في الضمير ويسمع أنت المعد لكل ما يتوقع. يا من يرجى للشدائد كلها يا من إليه المشتكى والمفزع. يا من خزائن ملكه في قول كن كن فإن الخير عندك أجمع. ما لي سوى فقري إليك وسيلة فبالافتقار إليك فقري أدفع. ما لي سوى قرعي لبابك حيلة فلئن رددت فأي باب أقرع. حشى لجودك أن تقنط عصيا الفضل وجزل والمواهب أوسع. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാർ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരും മുതഅല്ലിമുകൾ, കാരണവന്മാർ, യുവാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉസ്താദുമാരെയും സഹായിച്ചവരെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സയ്യിദന്മാരെ, ആലിമീങ്ങളെ, സംഘടനാ പ്രവർത്തകരെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ബഹുമാനികളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം വിശുദ്ധ റമളാനിൽ രാജ്യവ്യാപകമായി നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. പരിശുദ്ധ ഖുർആനിന്റെ മാസം, ഖുർആനിന്റെ വാർഷികവും ഇസ്ലാമിന്റെ ആധികാരികതയുമായ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് ലോകം ആശിച്ചുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, പരിഹാരം കാണാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ ഉണ്ടാകുന്ന ഗുണവും മേന്മയും ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഖുർആനിന്റെ ആശയങ്ങളിലേക്ക്
ജനങ്ങളെ അടുപ്പിക്കുക. ലോകത്തുള്ള എല്ലാ പ്രത്യയശാസ്ത്രത്തെക്കാളും ഏറ്റവും മുന്തിയതും കാലികവും ബുദ്ധിപരവുമായ ഖുർആനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അടുക്കുവാനും വേദിയൊരുക്കുകയാണ് ഈ സദസ്സ്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും സങ്കീർണമായി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പത്രങ്ങൾ വായിച്ചാൽ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ വിഷയം അറിയും. ഏറ്റവും മാരകമായ ദുരന്തങ്ങളാണ്, അഥവാ പണവും പെണ്ണും. ഇതാണ് സർവ ആപത്തിന്റെയും മൂലകാരണം. ഏതോ ഒരു കവിതയിൽ വായിച്ചതോർമ്മയുണ്ട്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. ലോകത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ മുഴുവനും അധികവും പെണ്ണും പണവുമാണ്. പണം മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു വസ്തുവാണ്, അതിലുപരി പെണ്ണും. എന്നാൽ ഇത് രണ്ടും മനുഷ്യന് ആവശ്യവുമാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ വളരെ നിലവാരം കുറഞ്ഞ ജീവിതം നയിക്കുന്നവരെ പറ്റി ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾ ഇന്ന് ഏറ്റവും വൻകിടയിലുള്ള ആളുകളെ സംബന്ധിച്ച് ആരോപിക്കപ്പെടുകയാണ്. ഗവർണർമാർ, എംപിമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MLA-മാർ തുടങ്ങി സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലുള്ള വ്യക്തികളെയാണ് ഈ രണ്ട് മാരക ദുരന്തങ്ങൾ പിടികൂടിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ഭരിക്കേണ്ടവർ, ഇവിടുത്തെ ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവർ, അങ്ങനത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ചാണ് പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്കറിഞ്ഞുകൂടാ, അതിൽ നാം ഇടപെടുകയുമല്ല. ആരുടെ ഭാഗത്ത് സത്യം, ആരുടെ ഭാഗത്ത് തെറ്റ്, ഇതിനെക്കുറിച്ച് വിലയിരുത്തലല്ല നമ്മുടെ ലക്ഷ്യം. ഒരു പത്രം വായിച്ചാൽ ആ പത്രങ്ങളിൽ ഓരോരുത്തരും ഒരു ചുവപ്പ് പേനയും പിടിച്ച് അടയാളപ്പെടുത്താനിരുന്നാൽ ഇന്നത്തെ പത്രത്തിൽ തന്നെ എത്രയധികം റിപ്പോർട്ടുകൾ നമുക്ക് വായിക്കാൻ കഴിയും. പ്രധാനമായ രണ്ട് വിഷയങ്ങൾ, ഒന്ന് പണ ആരോപണം, കളവ് കവർച്ചയും കോഴയും, അതുപോലെയുള്ള ഒരു മതവും അംഗീകരിക്കാത്ത, മതത്തിന്റെ പരിഗണനയില്ലാതെ തന്നെ ജനങ്ങൾ തെറ്റായി കാണുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറുവശത്ത് പെണ്ണും. അത് തന്നെ ആരെയാണ് ഈ പിടികൂടുന്നത്? സമൂഹത്തിൽ ഉന്നതന്മാരായ വ്യക്തിത്വങ്ങളെ. ഇത് രണ്ടും വഴി അവർക്ക് സമൂഹത്തിന്റെ മുമ്പിലുള്ള വിലയും നിലയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് സമൂഹത്തെ മുഴുവനും ഈ ദുരന്തം പിടികൂടിയിരിക്കുന്നു. വളർന്നു വരുന്ന ചെറിയ മക്കൾ പോലും ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നേതൃത്വത്തിൽ നിന്ന് ഇതല്ലേ പാഠം ഉൾക്കൊള്ളുന്നത്? ഇതാണല്ലോ ഉന്നതന്മാരിൽ ഇത് കാണുന്നത്. പത്രം വായിച്ചാൽ വലിയ വലിയ ആളുകളൊക്കെ ഇതല്ലേ പിടികൂടിയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ സമൂഹം പ്രചോദനം ഉൾക്കൊള്ളുന്നത്. ഇവിടെ നാം 2-3 വിഷയങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിഷയങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞാൻ ആമുഖമായി. കഴിഞ്ഞ ദിവസം സിറാജ് പത്രം വായിച്ചപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ പെരുകി വരും. അതിൽ 80% ആത്മഹത്യയും കുടുംബകലഹത്തിന്റെ പേരിൽ നടക്കുന്നതാണ്. ഇത് 2-3 ദിവസം മുമ്പ് നമ്മുടെ സിറാജ് പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടാണ്.
അപ്പോ ഈ രാജ്യം എവിടെ എത്തി എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ എന്തിനാണ് ഇവിടുത്തെ പോലീസ് വർഗം, ഇവിടെ ഗവൺമെന്റ് എന്തിനാണ്? അവർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും അവരുടെ കുടുംബത്തിനും അവരുടെ ശരീരത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ്. അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും ഇതെന്തുകൊണ്ട് ഈ കോടതിയും ഈ പോലീസും എല്ലാ നിയമവകുപ്പും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു? ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ പ്രസക്തിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഖുർആൻ വിളിക്കുന്നു എന്ന പ്രമേയം വളരെ ബുദ്ധിപരമാണ്, വളരെ കാലികമാണ്, അവസരോചിതമായ ഏറ്റവും നല്ല ഒരു പ്രമേയമായിട്ടാണ് ഈ പ്രമേയത്തെ നാം കാണുന്നത്. പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നു. ലോകം ഏറ്റവും വലിയ അരാജകത്വത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം. ലോകത്തിന്റെ മുഴുവൻ സന്മാർഗ ദർശനമായ പരിശുദ്ധ ഖുർആൻ. ശഹ്റു റമളാൻ, റമളാൻ മാസം വരുന്നു ജനങ്ങളെ. എന്താണ് റമളാൻ? ആ റമളാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കൂ എന്നല്ല പെടുന്നനെ അള്ളാഹു പറയുന്നത്. ശഹ്റു റമളാൻ, റമളാൻ മാസം വരുന്നു. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാണ് റമളാൻ. റമളാൻ മാസത്തിന് എന്ത് അനുഗ്രഹമുണ്ടായോ അത് ഖുർആനിനെ കൊണ്ടുണ്ടായതാണ്. ഏതൊരു വസ്തുവിനും ബഹുമാനമുണ്ടാകുന്നത് ആ വസ്തുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരിലാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? അള്ളാഹു സൃഷ്ടിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവും നിറഞ്ഞ സ്ഥലം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിടന്നുറങ്ങാൻ വിരിപ്പ് ഒരുക്കി കൊടുത്ത റൗള ശരീഫ്, അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. തങ്ങൾക്ക് കിടന്നുറങ്ങാൻ വിരിപ്പൊരുക്കി കൊടുത്ത റൗളത്തുൽ മുശറഫയാണ് സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സ്ഥലത്തിന് ബഹുമാനമുണ്ടാവാനുള്ള കാരണം എന്താണ്? നബി തങ്ങൾ അവിടെ കിടക്കുന്നു എന്നതാണ്. ലോകത്തെ ഏറ്റവും പുണ്യമായ രാജ്യം മക്കയാണ്. എന്താണ് മക്കൾക്ക് പ്രാധാന്യമുണ്ടാകാൻ കാരണം? അല്ലാഹുവിന്റെ കഅബ അവിടെയാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ഉമ്മുൽ ഖുറ പ്രധാന നഗരമായി മാറി. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതിന് കാരണം ഫീഹി ഖുലിഖ ആദമു, അന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ടായി. ഇങ്ങനെ ഓരോ വസ്തുക്കളും ഏതൊരു വിഷയവും എടുത്തു നോക്കിയാൽ ആ വസ്തുവിന് ബഹുമാനം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു വിഷയത്തിന്റെ പേരിലാണ്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ റമളാനിന് ബഹുമാനമുണ്ടായത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങി എന്നതാണ് റമളാനിന്റെ ബഹുമാനം. എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സന്മാർഗ ദർശനമാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും സന്മാർഗ ദർശനമായി കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ് ഖുർആൻ. ഇത് ഇറങ്ങുന്ന കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരുന്നു? ആ കാലഘട്ടത്തിലെ ജനങ്ങളെ എന്താക്കി മാറ്റി എന്ന ചരിത്രം ഒരൽപ്പം വിശകലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കും ഈ ഖുർആൻ വിളിക്കുന്നു എന്ന സന്ദേശം പരിശുദ്ധ ഖുർആൻ ലോകമൊന്ന് ശ്രദ്ധിക്കുകയും അതിലേക്കൊന്ന് അടുത്തു നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലേക്കും ലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സമുന്നതമായ ഗ്രന്ഥം, ഈ ലോകത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമുന്നതമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണെന്ന് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മക്കയിൽ വരുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥ എന്താണ്? അവിടുത്തെ ജനങ്ങൾ ലോകം കണ്ട ഏറ്റവും അറുവശലന്മാരായ ആളുകൾ. സ്ത്രീയുടെ വിഷയത്തിലും പണത്തിന്റെ വിഷയത്തിലും യുദ്ധത്തിന്റെ വിഷയത്തിലും മദ്യപാനത്തിന്റെ വിഷയത്തിലും ഏത് വിഷയത്തിലും ലോകത്തെ ഏറ്റവും അരാജകത്വം നിറഞ്ഞ ഡാർക്ക് ഏജ് യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഇരുണ്ട കാലഘട്ടം തനി ജാഹിലിയ്യത്ത്. ഇത് ലോക ചരിത്രന്മാരെല്ലാവരും എഴുതിയിട്ടുണ്ട്, അവരൊക്കെ സമ്മതിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ സവിസ്തരം ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അന്നത്തെ മക്കയുടെ ചരിത്രം, ആ മക്കയുടെ ചരിത്രം എഴുതിയ പലവിധ ചരിത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചും നെഹ്റുജി തന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുമുണ്ട്. ആ ഡാർക്ക് ഏജ് യുഗത്തെ സമുദ്ധരിക്കാൻ മക്കയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടില്ല. ഒരാളുടെ കയ്യിലും വടി കൊടുത്ത് ഇറക്കി വിട്ടിട്ടില്ല. 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 53ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുൻപ് 13 കൊല്ലം മക്കയിൽ താമസിച്ചിട്ട് എവിടെയും ഒരു യുദ്ധമോ ഒരു സമരമോ ഒരു ധർണയോ ഒരു പിക്കറ്റിങ്ങോ ഒരു പരിപാടിയും മക്കത്ത് നടന്നിട്ടില്ല. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ കള്ളുകുടിയന്മാരെന്ന് മാത്രമല്ല, പെണ്ണുപിടിയന്മാരെന്ന് മാത്രമല്ല, എല്ലാവിധ തെമ്മാടിത്തരങ്ങളും. ഒരു വാപ്പ മരിച്ചാൽ ആ വാപ്പന്റെ സ്വത്ത് മക്കൾക്കിടയിൽ ഓഹരി ചെയ്യാറുണ്ട്. ഇസ്ലാം അതിന്റെ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് ഓഹരി ചെയ്തെടുക്കുന്നതിന് മുൻപ് അവരുടെ കെട്ടിടങ്ങൾ, കൃഷിഭൂമികൾ, ഒട്ടകങ്ങൾ, വാഹനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഓഹരി ചെയ്യുന്നതിന് മുൻപ് അവർ ഓഹരി ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ റസൂൽ വരുന്ന കാലത്ത് സ്വന്തം ഉമ്മമാരെയായിരുന്നു. വാപ്പയുടെ ഭാര്യയെ, വാപ്പാന്റെ ഭാര്യനെ മക്കൾ ഓഹരി ചെയ്യുക, കഷ്ണം വെട്ടി ഓഹരി ചെയ്യുകയല്ല. വാപ്പാന്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ വേണ്ടി മക്കൾ ഓഹരി ചെയ്യുക. ഒരു വാപ്പക്ക് 4 മക്കളും 4 ഭാര്യമാരും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഭാര്യമാരാങ്ങ് വിഹിതിപ്പിച്ചെടുത്താൽ മതി, എളുപ്പമുണ്ട്. അതിലൊന്നും പ്രത്യേക ബുദ്ധിമുട്ടില്ല, കാരണം ഓരോരുത്തർക്ക് ഓരോന്നെടുക്കാമല്ലോ. പക്ഷെ ഈ വാപ്പ വിവാഹം ചെയ്ത 4 ഭാര്യയും എന്റെ വാപ്പക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ അത് എനിക്ക് അതാരാണ്? 4 പേരും എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. വാപ്പ തലാഖ് ചൊല്ലിയാലും എനിക്ക് ആ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ല. വാപ്പ തൊലാഖ് ചൊല്ലിയാലും ആ പെണ്ണിനെ തൊട്ടാൽ എനിക്ക് ഒതുമുറിയുകയില്ല. ഖിയാമത്ത് നാൾ വരെ ആ പെണ്ണ് എനിക്ക് തൊട്ടാൽ ഒതുമുറിയില്ല, എനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ല, എനിക്ക് വിവാഹം ഹറാമായി, എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. പക്ഷെ ഇവരെന്ത് ചെയ്യും? വാപ്പ മരിച്ചാൽ ഉടനെ തന്നെ ആ പെണ്ണിനെ വിവാഹം ചെയ്തെടുക്കുകയുമല്ല, വ്യഭിചാരത്തിന് വേണ്ടി അവർ ഓഹരി ചെയ്യും. അപ്പൊ ഒരാൾക്ക് 4 ഭാര്യമാരില്ലെങ്കിലോ ഒരൊറ്റ ഭാര്യയേ ഉള്ളൂ, 4 മക്കളുണ്ടെങ്കിൽ ഈ 4 മക്കളെയും പ്രസവിച്ച ഉമ്മയാണ് ആ ഭാര്യ. ഈ ഭാര്യയെ ഈ 4 മക്കളും ഓഹരി ചെയ്യുന്നു വ്യഭിചരിക്കാൻ വേണ്ടി സ്വന്തം ഉമ്മനെ. അപ്പോൾ പിന്നെ കഷ്ണിക്കാൻ പറ്റൂലല്ലോ. 3 മാസം എന്റെ കൂടെ, 3 മാസം അവന്റെ കൂടെ, 3 മാസം ഇവന്റെ കൂടെ, 3 മാസം മറ്റേ മകന്റെ കൂടെ. ഇങ്ങനെ മാസങ്ങൾ നിശ്ചയിച്ച് പ്രസവിച്ച ഉമ്മയെ വ്യഭിചാരത്തിന് വേണ്ടി ഓഹരി ചെയ്യുകയായിരുന്നു ഒരു പിതാവ് മരണപ്പെട്ടാൽ ആദ്യം ചെയ്തിരുന്ന പണി. എന്നിട്ട് ആ വാപ്പാന്റെ സമ്പത്ത് മക്കൾ ഓഹരി ചെയ്യുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു സമൂഹം, ജീവനോടെ പിറന്നു വീഴുന്ന പെൺകുട്ടികളെ കൊല്ലുന്ന കഥ എപ്പോഴും നമുക്ക് കേട്ടുപരിചയമുള്ളതാണ്. ഇന്ന് ലോകത്ത് ഭ്രൂണഹത്യകൾ വർദ്ധിച്ചു വരുന്നു. പെൺകുഞ്ഞാണെന്ന് കണ്ടാൽ വിശേഷിച്ചും പെൺകുഞ്ഞുങ്ങളുടെ ശതമാനം കുറയുന്നു എത്രേ ഇന്ന് ലോകത്ത്. അതുകൊണ്ട് തന്നെ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു, ഗർഭിണികളായ സ്ത്രീകളെ സ്കാൻ ചെയ്തുകൊണ്ട് ലിംഗനിർണയം നടത്തുന്നതിന് നിയമമുണ്ടെങ്കിലും അത് ഒന്നുകൂടി കർശനമാക്കാൻ പോകുന്നു. ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുട്ടി ഏതാണെന്ന് മനസ്സിലാക്കി പെണ്ണാണെങ്കിൽ വധിച്ചു കളയുന്ന അവസ്ഥകൾ വർദ്ധിച്ചു വരുന്നതിനാൽ ഗർഭിണിയെ സ്കാൻ ചെയ്തുകൊണ്ട്
ലിംഗനിർണയം നടത്തുന്നത് കൂടുതൽ കർക്കശമാക്കാൻ പോകുന്നു. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റലുകളിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ യുഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അന്ന് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം, 10 പൈസ ഒരു മനുഷ്യന്റെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത കാലം. 100 രൂപക്ക് വേണ്ടി അല്ല, 10 രൂപക്ക് വേണ്ടി മനുഷ്യന്മാരെ കൊന്ന കഥകൾ ചരിത്രത്തിൽ ഇഷ്ടം പോലെ വായിക്കാൻ കഴിയും. വീടുകളിൽ കയറി കൊള്ളയടിച്ചിരുന്ന, സ്വന്തമായി കയ്യിൽ പണം വെച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന, അതിനുവേണ്ടി തന്നെ മാസങ്ങളും ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ നടത്തിയിരുന്ന ഏറ്റവും വലിയ തീവെട്ടി കൊള്ളക്കാരായ ഒരു സമൂഹം, പിടിച്ചുപറിയിൽ ഉന്നതന്മാർ, കള്ളിലും കഞ്ചാവിലും ഉന്നതന്മാർ, എല്ലാവിധ തമ്മാടിത്തരങ്ങളും നിറഞ്ഞ സൽക്കർമ്മം തൊട്ട് തീണ്ടാത്ത ഒരു വർഗത്തിന്റെ മുമ്പിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് അവരെ എന്തു ചെയ്തു? നിങ്ങളുടെ വാപ്പമാര് നിക്കാഹ് ചെയ്ത പെണ്ണിനെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്ന ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സംസ്കാരം അവർക്ക് പഠിപ്പിച്ചു. അതുപോലെ വലാ തഖ്തുലൂ ഔലാദക്കും, സന്താനങ്ങളെ കൊല്ലരുത് എന്നും, ഈ കുഞ്ഞുങ്ങളെ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ ഈ കുട്ടികളോട് ചോദിക്കപ്പെടും, എന്തിനാണ് മക്കളെ നിങ്ങളെ കൊല ചെയ്യപ്പെട്ടത്? പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളിലൂടെ, ഖുർആനിന്റെ ഉപദേശങ്ങളിലൂടെ ആ സമൂഹത്തെ അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഒരു മനുഷ്യന് പെൺകുഞ്ഞ് പിറന്നാൽ ആ കുട്ടിയെ നോക്കി പോറ്റി വളർത്തുന്ന പക്ഷം സ്വർഗത്തിലെ ഉന്നതമായ പദവി ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പെൺകുഞ്ഞ് പിറക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാക്കി മാറ്റി. അൽമാലു വൽ ബനൂൻ, അൽമാലു സന്താനങ്ങൾ, വൽ ബനൂന ആൺമക്കളും, സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ ആഡംബരമാണ്, ഭംഗിയാണ്, അഴകാണ് എന്ന് പഠിപ്പിച്ചു. അപ്പൊ പെണ്ണുങ്ങളോ? പെണ്ണുങ്ങളെ സംബന്ധിച്ച് വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് ആഖിറത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നു, ഒരു പെൺകുട്ടി ഒരാൾക്ക് ജനിക്കുകയും അതിനെ നല്ല നിലയിൽ നോക്കി പോറ്റി വളർത്തുകയും ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാലം വരെ സംരക്ഷിച്ചാൽ സ്വർഗം കിട്ടാൻ ആ മനുഷ്യന് വേറെ ഒന്നും ആവശ്യമില്ല. അത്രയും വലിയ സൽക്കർമ്മമാണ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ സംരക്ഷിച്ചെടുത്തു. അങ്ങനെ ആ വിഷയത്തിലും നല്ലൊരു സംസ്കാരം, അത് വിശദീകരിക്കലല്ല എന്റെ ലക്ഷ്യം. അന്നത്തെ ഒരു കാലഘട്ടം പറഞ്ഞപ്പോൾ 1-2 കാര്യം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ, ഇന്നത്തെ പത്രത്തിന്റെ ഫസ്റ്റ് പേജ് നോക്കിയാൽ തന്നെ ക്രൂരമായ 2 റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിയും. ഈ സമൂഹത്തിന്റെ അരാജകത്വം അന്നത്തെ ജാഹിലിയത്തിൽ നിന്ന് എന്താ വ്യത്യാസമുള്ളത്? അന്നത്തെ ജാഹിലിയത്ത് ഒരു കുഴി വെട്ടി ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ മറവ് ചെയ്തതാണെങ്കിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ മുലപ്പാല് കുടിച്ചവരല്ലേ? നമ്മുടെ വായിൽ പല്ല് മുളച്ചു വരുമ്പോൾ ആ ഉമ്മയുടെ മുലക്കണ്ണ് വായിലേക്ക് വെച്ചു തരുന്ന സമയത്ത് അത് ചെറുപ്പത്തിൽ കടിച്ചിട്ടുണ്ടാകില്ലേ? ആ ഉമ്മയെ നോവിച്ചിട്ടുണ്ടാകില്ലേ? എന്നിട്ട് ഉമ്മ നമ്മെ വല്ലതും ചെയ്തിട്ടുണ്ടോ? 2-3 ദിവസം മുമ്പ് പത്രത്തിൽ റിപ്പോർട്ട് നാം വായിച്ചു, ഒരു ഉമ്മ മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി മുലക്കണ്ണ് കടിച്ച കാരണത്താൽ ആ കുഞ്ഞിനെ ഒരു ആയുധം എടുത്തുകൊണ്ട് മാരകമായി കുട്ടി പരിക്കേൽപ്പിച്ചു, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 2-ാനമ്മയുടെ ക്രൂരമർദ്ദനം കാരണം വേറൊന്ന് അഡ്മിറ്റ് ചെയ്തു. 2-ാനമ്മയുടെ ക്രൂരമർദ്ദനം കാരണം ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. അത് മുസ്ലിം കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷേ അതിനെക്കുറിച്ച് പലരും പ്രതികരിച്ചു.
അത് നമ്മൾ ആരും അംഗീകരിക്കുന്നതല്ല. നിങ്ങൾക്കെന്താ യത്തീംഖാനകളില്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യത്തീംഖാനക്ക് കൊടുത്തൂടെ? സുഗതകുമാരിയുടെ അതിനോടുള്ള പ്രതികരണം അതേ രൂപത്തിൽ രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദന പ്രകാരം ഇന്ന് പത്രത്തിന്റെ ഫസ്റ്റ് പേജില് വേറൊരു സമൂഹത്തിൽപ്പെട്ടവർ. ഇതൊരു സമൂഹം ഉത്തരവാദിയാണോ മനുഷ്യന്മാരിത് ചെയ്യുന്നതിന്? നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിനും പറഞ്ഞതുപോലെ ധാർമ്മികമായ ബോധം മനുഷ്യനില്ല. ഈ അരാജകത്വത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? ഇത്രമാത്രം അലങ്കോലമായ ഒരു സമൂഹത്തെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടോ? IAS പഠിച്ച് പുറത്തിറങ്ങി വരുന്ന ഒരാളോട് ചോദിക്കൂ നിങ്ങൾ, ഒരു പീരീഡ് ധാർമ്മികമായ ബോധം നൽകുന്ന വിദ്യാഭ്യാസം അവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന്. അപ്പോഴല്ലേ അങ്ങനത്തെ ഒരു സമൂഹം വളരൂ. അവരോടാണ് നമുക്ക് സംവദിക്കാനുള്ളത്. ഒന്ന് പരിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കൂ. വായിക്കുക എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ നേരെ പരിഭാഷ എഴുതി വെച്ചിട്ട് അതെടുത്ത് വായിച്ചാൽ യുവല്ലു ബിഹി കതീറൻ പിഴച്ചു പോകുകയുള്ളൂ. ഖുർആൻ മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ നേരെ പരിഭാഷ എഴുതി വെച്ച ഗ്രന്ഥം വായിച്ചിട്ടല്ല. അത് വായിച്ചാൽ അപകടപ്പെടുകയുള്ളൂ. വഖ്തുലൂഹും ഹൈതു വജദ്തുമൂഹും, മുശ്രിക്കീങ്ങളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊല്ലണം. ഖുർആന്റെ പരിഭാഷ എഴുതി വെച്ചിരിക്കുകയാണ്. വഖ്തുലൂഹും ഹൈതു വജദ്തുമൂഹും, എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം. ഇത് വായിക്കുന്ന ഒരു കക്ഷി പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണ് എന്ന് അപ്പുറത്തെ സ്റ്റേജ് വന്ന് പ്രസംഗിക്കുക. ആരാണ് ഇതിന് വഴി ഉണ്ടാക്കിയത്? ഇത്ര അപകടം വരുത്തി വെച്ചതാരാണ്? അവർക്ക് എങ്ങനെയാണ് ഈ ആയത്തിന്റെ അർത്ഥം കിട്ടിയത്? ഇവിടുത്തെ ഇതര സമൂഹങ്ങൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ഈ ആയത്തിന്റെ അർത്ഥം കിട്ടിയത് എങ്ങനെ? ഇത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ കാരണമായത് ഈ എഴുതിയ പരിഭാഷയല്ലേ? ഈ ഇരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാരോട് ചോദിക്കൂ, മുതഅല്ലിമീങ്ങളോട് ചോദിക്കൂ, ഈ ആയത്ത് മൻസൂഖല്ലേ? അതിന്റെ നിയമം ഇന്ന് പ്രാബല്യത്തിലുണ്ടോ? ആ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഓതാം എന്നല്ലാതെ അതിന്റെ നിയമം ഇന്ന് പ്രാബല്യത്തിലില്ല. അത് മൻസൂഖായി പോയതാണ്. പക്ഷേ ഈ പരിഭാഷയിലുണ്ടോ ഇത് മൻസൂഖാണെന്ന്? അത് ആ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖുർആനെ മനസ്സിലാക്കേണ്ടത് പരിഭാഷകളിലൂടെയല്ല. അത് ഈ സമൂഹത്തിൽ ഖുർആനിന്റെ പരിഭാഷകൾ വന്നതാണ് ഏറ്റവും വലിയ അപകടമുണ്ടാക്കി തീർത്തത്. വിവാഹമോചിതയായ ഒരു പെണ്ണിന് ജീവനാംശം കൊടുക്കണമെന്നും മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മരണം വരെ ജീവനാംശം കൊടുക്കണമെന്ന് ഒരുപാട് കോലാഹലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വഴിവെച്ച ഒരു തീരുമാനം, ഒരു വിധി കോടതിയിൽ നിന്ന് വന്നു. അവർ അതിന് തെളിവുദ്ധരിച്ചു പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വലിൽ മുതല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് അവർ വിധി പറഞ്ഞു. അതേ പരിഭാഷയുടെ മറ്റൊരു ഭാഗത്ത് കാണാമല്ലോ, ഫഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അവിടെ പറഞ്ഞ മതാഅൻ എന്താണ് അർത്ഥം? ഇതെങ്ങനെയാ അർത്ഥം തീരുമാനിക്കേണ്ടത്? ഉലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞിടത്ത് മതാഅൻ എന്താണ് അർത്ഥം കൊടുത്തത്? അവർ പറയുമോ വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഈ മതാഅന്റെ അർത്ഥം തന്നെയാണോ അവിടെയും? പെണ്ണുങ്ങൾ നിങ്ങളോട് ജീവനാംശം ചോദിച്ചാൽ കർത്തന്റെ പുറകിൽ നിന്ന് ചോദിക്കട്ടെ എന്നാണോ അതിനർത്ഥം? പരിഭാഷ എന്ത് പറയുന്നു? ഈ പരിഭാഷ മുസ്ലിം സമൂഹത്തിന് എന്ത് ഗുണമാണ് നൽകിയത്? ഈ പരിഭാഷയാണ് ഈ സമൂഹത്തിൽ വരുത്തിയ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ഖുർആൻ വിളിക്കുന്നു, ഖുർആൻ ക്ഷണിക്കുന്നു, ഖുർആൻ ഈ ലോകത്തിന് വഴികാട്ടിയും സമാധാനവുമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് ഈ മുതഅല്ലിമീങ്ങളോടല്ല, ഈ ആലിമീങ്ങളോടല്ല, ഇതര സമൂഹത്തിലോ അല്ലെങ്കിൽ ലോകമേ
പരിശുദ്ധ ഖുർആൻ ശാന്തിയും സമാധാനവും നൽകുന്ന ഗ്രന്ഥമാണെന്ന് വിചാരിച്ച് ആ ഖുർആനെ പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരിക്കലും ആ ഖുർആനിന്റെ പരിഭാഷകളോ പദാനുപത പരിഭാഷകൾ വെച്ചിട്ട് ഖുർആനിനെ മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഞങ്ങൾ ഒരിക്കലും അതിന് ഉത്തരവാദിയല്ല, നമ്മൾ ആരും അതിന് അംഗീകരിക്കുന്നവരും അല്ല. അതങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കാൻ വിചാരിച്ചാൽ പിഴച്ചു പോകാനേ കാരണമാകൂ. ഈ സമൂഹത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നിടത്ത്, നിസ്കാരത്തിൽ പാരായണം നടത്തുന്നിടത്ത് എന്തെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടോ? ഇന്ന് സുബഹിക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാം ഓതിയപ്പോൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നല്ലേ ഓതിയത്? അതേ രൂപത്തിൽ തന്നെയല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ ഓതിയതുപോലെ തന്നെയല്ലേ ബിദ്അത്തുകാരന്റെ പള്ളിയിലും ഓതിയത്? ലോകത്തുള്ള സർവ്വ പള്ളികളിലും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും മാത്രമല്ല, എല്ലാ പള്ളികളിലും പരിശുദ്ധ ഖുർആൻ ഓതിയത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നല്ലേ? എന്തേ പാരായണത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ആർക്കും എതിരഭിപ്രായമില്ലാതെ പോയത്? പാരായണത്തിൽ എല്ലാവരും ഏകോപിക്കാൻ എന്താ കാരണം? ആർക്കും എതിരഭിപ്രായമില്ലല്ലോ ആ വിഷയത്തിൽ. പിന്നെ എവിടെയാണ് എതിരഭിപ്രായം വന്നത്? അർത്ഥം പറയുന്നിടത്താണ് എതിരഭിപ്രായം വന്നത്. പാരായണത്തിൽ എന്തുകൊണ്ട് എല്ലാവരും ഏകോപിച്ചു? ആർക്കും എതിരഭിപ്രായം വന്നില്ല. അതിന്റെ കാരണം പാരായണത്തിൽ അവലംബിച്ചത് നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ ഗുരുനാഥന്മാർ, കാരണവന്മാർ അവരെയാണ്. എനിക്ക് എന്റെ ഉസ്താദ് മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചു തന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാണ് ഓതേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നതുപോലെ ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങൾക്കും, സുന്നത്ത് ജമാഅത്തിലും ഇതര പ്രസ്ഥാനങ്ങൾക്കും ബിദ്അത്തുകാർക്കും അവരുടെ മദ്രസകളിൽ വെച്ചുള്ള ഗുരുനാഥന്മാരെ പഠിപ്പിച്ചു കൊടുത്തത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാണ് ഓതേണ്ടത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഓതി കൊടുത്തത് കേട്ടിട്ട് പറഞ്ഞു കൊടുത്തതാണോ? ബിദ്അത്തുകാരൻ അങ്ങനെ പറഞ്ഞു കൊടുത്തതാണോ? അവരുണ്ടായിരുന്നോ അവിടെ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന് ഓതി കൊടുത്തപ്പോൾ ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരൻ അവിടെ ഉണ്ടായിട്ട് അത് കേട്ടിട്ടാണോ അവരെ മദ്രസയിൽ അവരെങ്ങനെ പഠിപ്പിച്ചത്? അതല്ല, ആരും ഇന്നത് കേട്ടവരില്ല. പിന്നെ എങ്ങനെയാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നാണ് ഓതേണ്ടത് എന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാവരും അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ തലമുറ നമുക്ക് പഠിപ്പിച്ചു തന്നതിന്റെ പേരിലല്ലേ? അതിനു മുൻപത്തെ തലമുറ ആ കഴിഞ്ഞ തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ആ തലമുറ നമുക്ക് കൈമാറി തന്നത്? ഇതല്ലേ ലോകത്തുള്ള എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. അതേ സമയത്ത് തന്നെ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന ഖിറാഅത്ത് സ്വഹാബത്ത് ഓതിയിട്ടുണ്ട്, കഴിഞ്ഞകാല ഇമാമുകൾ ഓതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാം മെഹ്റാബിൽ വെച്ച് ഓതിയാൽ ആ ഇമാമിനെ പിരിച്ചുവിടേണ്ടതില്ല, നിസ്കാരം സ്വഹീഹ് തന്നെയാണ്. പക്ഷെ ആരും ഓതുന്നില്ല. എത്രത്തോളം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ഒരു ഖിറാഅത്ത് ഉണ്ടായിട്ടും ആ ഖിറാഅത്ത് ലോകത്ത് എവിടെയും നമ്മളാരും കേൾക്കുന്നില്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് തന്നെയാണ് ഓതി വരുന്നത്. ഇത്ര ഖിറാഅത്തിന്റെ കാര്യത്തിൽ ഏകോപിക്കാനുള്ള കാരണത്തിന് ഒരൊറ്റ മറുപടിയേ പറയാനുള്ളൂ. കഴിഞ്ഞകാല ഉസ്താദുമാർ അങ്ങനെയാണ് ഓതി തന്നത്. ആ പാരമ്പര്യത്തെ സ്വീകരിച്ചപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഐക്യമുണ്ടായി, പാരായണത്തിൽ ഐക്യമുണ്ട്. ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. ഇവിടെ ഒരു സംവാദം നടന്നിട്ടുണ്ടോ? എത്രയെത്ര സംവാദങ്ങൾ ഇവിടെ നടന്നു. ആ സംവാദങ്ങളിൽ പാരായണത്തിന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും സംവാദം നടന്നിട്ടുണ്ടോ? അലിഫ് ലാം മീം റാ എന്നാണ് ഓതേണ്ടത്, അലമുറ എന്നല്ല. അങ്ങനെ ഒരു സംവാദം ഇവിടെ നടന്നിട്ടുണ്ടോ? ഒരു കൂട്ടർ അലിഫ് ലാം മീം
ഇമ്രാൻ, വേറൊരു കൂട്ടർ വേറെ, അങ്ങനെ ഒരു സംവാദം ലോകത്ത് നടന്നത് നമുക്കറിയില്ല. നമ്മളെ ഈ നാട്ടിൽ എവിടെയും നടന്നതായിട്ട് നമുക്കറിയില്ല. അപ്പൊ സംവാദമില്ലാതെ ഏകോപിച്ച ഒരു സ്വരം അതിൽ ഉണ്ടായത് കഴിഞ്ഞകാല പാരമ്പര്യത്തെ അംഗീകരിച്ചതാണെങ്കിൽ അതേ നിലപാട് അർത്ഥം പറയുന്നിടത്തും സ്വീകരിച്ചാൽ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാകില്ല. ഈ സമൂഹം ഐക്യപ്പെടുമായിരുന്നു. ഈ അർത്ഥം പറയൽ കഴിഞ്ഞകാല മുഫസ്സിറുകളും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനെ സ്വഹാബത്തിന് എങ്ങനെ കൈമാറി കൊടുത്തുവോ ആ കൈമാറിക്കൊടുത്ത് അതിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വഭാവത്തിൽ നിന്ന് ഇമാമിങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചപ്പോൾ ലോകത്ത് അതിന് തർക്കമുണ്ടായില്ല. അങ്ങനെയാ ഖുർആൻ മനസ്സിലാക്കേണ്ടത്. വിഷയം ഏതായാലും ഞാൻ അതിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അതിലേക്കൊക്കെയും ആവശ്യമായ നിലക്കാണ് ഞാൻ ഒരാമുഖം എന്ന നിലക്ക് ഈ വിഷയം അല്പം നീട്ടി പറയുന്നത്. പരിശുദ്ധ ഖുർആനിനെ സാമ്പത്തിക രംഗത്ത് മനസ്സിലാക്കുന്നിടത്തും സ്ത്രീ വിഷയത്തിൽ മനസ്സിലാക്കുന്നിടത്തും ഏത് വിഷയം ഖുർആൻ മനസ്സിലാക്കുകയാണെങ്കിലും എന്തുകൊണ്ട് പിഴവ് സംഭവിക്കുകയില്ല? കഴിഞ്ഞകാല ഇമാമുകളെ അംഗീകരിക്കുകയാണെങ്കിൽ സമൂഹത്തിന് ഐക്യപ്പെടാൻ കഴിയും. ആ സമൂഹത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ സമൂഹം പിഴച്ചുപോയി, സമൂഹത്തിൽ കുഴപ്പം സംഭവിച്ചു. മുഫസ്സിരീങ്ങളൊന്നും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് അർത്ഥം പറയാം എന്നാണെങ്കിൽ നിങ്ങൾ പറയൂ. പരിശുദ്ധ ഖുർആനിൽ കാണാം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത്. റമദാനിന് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും രോഗമോ മറ്റോ കാരണം നോൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നോറ്റാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു പോന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ എന്താണ് ആ പറഞ്ഞ വാക്കിനർത്ഥം? വഅലല്ലദീന ഒരു കൂട്ടരമേൽ നിർബന്ധമാണ്, യുതീഖൂനഹു നോമ്പ് നോൽക്കാൻ അവർക്ക് കഴിയും, അങ്ങനത്തവർക്ക് നിർബന്ധമാണ് ഫിദിയത്തുൻ ഫിദിയ കൊടുക്കൽ. നോമ്പ് നോൽക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഫിദിയ കൊടുത്താൽ മതി, ഫിദിയ കൊടുക്കണം. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പ് നോൽക്കുന്ന മനുഷ്യന്മാര് ഫിദിയയും കൂടി കൊടുക്കണമെന്നാണോ, അതോ നോമ്പ് നോൽക്കാൻ കഴിവുണ്ടെങ്കിലും ഫിദിയ കൊടുത്താൽ മതി എന്നാണോ? എന്തർത്ഥമാണ് ഇതിന് വെക്കേണ്ടത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ നോമ്പ് നോൽക്കാൻ കഴിവുള്ളവര് ഫിദിയ കൊടുക്കണം എന്നാണോ അർത്ഥം? അല്ല. വഅലല്ലദീന യുതീഖൂനഹു മുതഅല്ലിമുകൾക്കറിയാം വഅലല്ലദീന യുതീഖൂന എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരുന്ന, യുതീഖൂന എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരുന്ന. പക്ഷെ ഇവിടെ അർത്ഥം വെക്കേണ്ടത് കഴിവില്ലാത്തവർന്ന. വഅലല്ലദീന യുതീഖൂനഹു എന്ന് ഖുർആൻ ഓതുക, ഖുർആനിൽ വായിക്കുക. അർത്ഥം പറയേണ്ടതോ കഴിവില്ലാത്തവർ. പദത്തിനർത്ഥം കഴിവുള്ളവരെന്ന്, അർത്ഥം വെക്കുമ്പോ പറയേണ്ടത് കഴിവില്ലാത്തവര്. വഅലല്ലദീന യുതീഖൂനഹു കഴിവില്ലാത്തവർ ഫിദിയത്തുൻ ഫിദിയ കൊടുക്കണം. നോമ്പ് നോൽക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഫിദിയ കൊടുത്താൽ മതി. ഈ അർത്ഥം കിട്ടണമെങ്കിൽ എങ്ങനെ പറയണം? വഅലല്ലദീന ലാ യുതീഖൂനഹു വഅലല്ലദീന ലാ യുതീഖൂനഹു കഴിവില്ലാത്തവരെ ഫിദിയ കൊടുത്താൽ മതി. ഖുർആനിൽ അതുണ്ടോ? ഇല്ല. ഖുർആനിൽ ലാ യുതീഖൂനഹു എന്നില്ല. പക്ഷേ ലായുടെ അർത്ഥം കൂട്ടിയിട്ട് വേണം പറയാൻ. എവിടെന്ന് കിട്ടി? അതെവിടെന്ന് കിട്ടി? പരിഭാഷ എടുത്ത് നോക്കിയാൽ വഅലല്ലദീന യുതീഖൂനഹു എന്നതിന് കഴിവില്ലാത്തവർ നോമ്പ് നോറ്റാൽ മതി എന്നാണ് അർത്ഥം കൊടുത്തതെങ്കിൽ അത് ഖുർആനിന്റെ വാക്കിന്റെ അർത്ഥം തെറ്റിച്ചതാണ്. പിന്നെ അവിടെ ചോദിച്ചാ പറയാനുള്ളത് മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ അർത്ഥം ചേർത്തതെങ്കിൽ എന്തേ ഇവിടെ മാത്രം നിങ്ങൾ മുഫസ്സിറുകളെ സ്വീകരിച്ചത്? ആ സ്വീകരിച്ചത് അപ്പുറത്തേക്കും പ്രായോഗികമാക്കി കൂടായിരുന്നില്ലേ? എന്നാൽ ഈ സമൂഹത്തിൽ ഒരു കലഹമുണ്ടാകില്ല, ഈ സമൂഹം ഐക്യപ്പെടുമായിരുന്നു, ഈ സമൂഹം ഭിന്നിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ തുടങ്ങിയവരാണ്, ഖുർആനിന് സ്വന്തമായി അർത്ഥം പറയാൻ തുടങ്ങിയതാണ് ഈ സമൂഹം ഭിന്നിച്ചു പോകാൻ കാരണം.
എത്ര ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ അള്ളാഹ് നമുക്ക് ഫർളാക്കിയിട്ടുണ്ട്? ഒരൊറ്റ ആയത്തിന് അർത്ഥം വെക്കാൻ അള്ളാഹ് ഫർളാക്കിയിട്ടില്ല പഠിക്കാൻ. പാരായണം ഫർളാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം, അത് തെറ്റിതിരുത്തി ഓതണം, തജ്വീദിന്റെ നിയമം പാലിച്ച് ഓതണം. അതേ സമയത്ത് അർത്ഥം പഠിക്കാൻ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. പിന്നെ അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതണമെന്നല്ലേ, അത് പുണ്യം കൂടുതലാണ്. അർത്ഥം ചിന്തിച്ചും അർത്ഥം അറിഞ്ഞുകൊണ്ടും ഓതുന്നതിന് പുണ്യം കൂടുതലുണ്ട്. അർത്ഥം പഠിക്കണമെന്ന് അള്ളാഹു ഫർളാക്കിയിട്ടില്ല. നീ ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ പോണ്? സാധാരണക്കാരന് ഖുർആൻ മനസ്സിലാക്കണ്ടേ? സാധാരണക്കാരോട് ഖുർആൻ മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. സാധാരണക്കാരോട് നേരിട്ട് ഖുർആൻ മനസ്സിലാക്കാനാണോ അള്ളാഹു പറഞ്ഞത്? അല്ല. ഖുർആൻ ആർക്കുള്ളതാ? ഖുർആൻ തദ്കിറത്തായി ഭവിക്കുന്നത് ആർക്കാണ്? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഖുർആൻ തദ്കിറത്താകുന്നത് ലിമൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു കൂട്ടർക്ക് മാത്രമാണ്. ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ്. ഖുർആൻ പണ്ഡിതന്മാരോടാ സംവദിക്കുന്നത്. അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് അങ്ങ് കേട്ടാ മതി. ഇതാണ് അല്ലാഹുവിന്റെ സംവിധാനം. പരിശുദ്ധ ഖുർആൻ തന്നെയായി ഇത് പഠിപ്പിച്ചത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മൻ യഖ്ശയായ ഒരു കൂട്ടർക്ക് മാത്രം തദ്കിറത്താണ്. അത് ഉലമാക്കളാണ്. ആ ഉലമാക്കൾ മനസ്സിലാക്കിയ ആശയങ്ങൾ അതാ മുഫസ്സിറുകളായ ഇമാമുകൾ എഴുതി വെച്ചപ്പോൾ അത് നോക്കി വഅദ് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരെ അംഗീകരിക്കാനാണ് അല്ലാഹു തആല പഠിപ്പിച്ചതെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ചെയ്യുന്നത് അതാണ്. മുഫസ്സിറുകൾ പറഞ്ഞതനുസരിച്ച് അർത്ഥം പറഞ്ഞിട്ട് അത് സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ നേരെ ഖുർആൻ നോക്കിയിട്ട് ആ വിധി കൽപ്പിക്കുന്നതെങ്കിൽ ഒറ്റൊന്നുകൂടി പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സമ്പത്ത് മക്കൾക്കിടയിൽ ഓഹരി ചെയ്യും. ഞാൻ മരിച്ചാൽ എന്റെ സ്വത്ത് മക്കൾക്കിടയിൽ ഓഹരി ചെയ്യണം. എന്റെ ഭാര്യക്ക് സമ്പത്ത് കിട്ടും. എനിക്ക് പെൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളുണ്ടെങ്കിൽ അവർക്ക് വേറെ വേറെ സമ്പത്ത് കിട്ടും. എനിക്ക് ആൺമക്കൾ ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ മറ്റു പലർക്കും ആ സമ്പത്ത് പോകും. എനിക്ക് ഒരൊറ്റ ആൺകുട്ടി ഉണ്ടെങ്കിൽ മറ്റു പലർക്കും പോകുന്നത് ആ കുട്ടി തടയും. എന്റെ ജ്യേഷ്ഠാനുജന്മാർക്ക് സമ്പത്ത് കിട്ടുകയില്ല. എനിക്ക് മകനുണ്ടെങ്കിൽ, എനിക്ക് മകനില്ലെങ്കിൽ എന്റെ സ്വത്തിൽ നിന്ന് എന്റെ ജ്യേഷ്ഠനും അനുജനും ഒക്കെ സമ്പത്ത് കിട്ടും. അപ്പോൾ ഈ മക്കളുണ്ടായാൽ ഇത്ര, മക്കളില്ലെങ്കിൽ ഇത്ര. ഞാൻ മരിക്കുമ്പോൾ എന്റെ ഭാര്യക്ക് സമ്പത്തുണ്ടോ? എന്റെ ഭാര്യക്ക് മക്കളുണ്ട്, എനിക്ക് മക്കളുണ്ടോ? എന്റെ ഭാര്യക്ക് കിട്ടുന്നത് ഇത്ര. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് മക്കളില്ലേ, എന്റെ ഭാര്യക്ക് കിട്ടുന്നത് ഇത്ര. ഇതൊക്കെ ഇസ്ലാമിൽ കണക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് ഒരൊറ്റ മകളെ ഉള്ളൂ എങ്കിൽ ആ മകൾക്ക് എത്രയാണ് സമ്പത്ത് കിട്ടുന്നത്? ഒരു ബാപ്പ മരിച്ചു, ഒരു മകളെ ഉള്ളൂ, ആ മകൾക്ക് എത്രയാണ് സമ്പത്ത് കിട്ടുന്നത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫലഹൻ നിസ്ഫു, ആ ഏക മകൾക്ക് പകുതി സ്വത്ത് കിട്ടും. ഞാൻ മരിക്കുമ്പോൾ 1,00,000 രൂപ എനിക്ക് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്കൊരൊറ്റ മകളെ ഉള്ളൂ എങ്കിൽ 50,000 രൂപ, 1,00,000 രൂപ ആ മകൾക്കുള്ളതാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഫലഹൻ നിസ്ഫു, ആ പെണ്ണിന് പകുതി കിട്ടുമെന്ന്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ പുന്നാര നബിക്ക് ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹായാകുന്ന ഒരൊറ്റ മകളല്ലേ ജീവിച്ചിരിപ്പുള്ളൂ. ആ മകൾക്ക് തങ്ങളുടെ സ്വത്തിൽ നിന്ന് എത്ര കിട്ടണം? തങ്ങൾക്ക് എവിടെ സ്വത്ത് ഉണ്ടായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ഒരു പടയങ്കി ഉണ്ടായിരുന്നു. ആ പടയങ്കി ഒരു യഹൂദിയുടെ കൈവശം പണയത്തിലായിരുന്നു. പണയത്തിന്റെ കാശ് കൊടുത്തിട്ടുണ്ട്, ആ സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പൈസ ഒക്കെ കൊടുത്ത് വീട്ടിയിട്ടുണ്ട്, കടമൊക്കെ വീട്ടിയിട്ടുണ്ട്.
പക്ഷെ ആ പടയങ്കി യഹൂദിയുടെ കൈവശം തന്നെ ഇരിക്കുകയായിരുന്നു. ഈ പടയങ്കി വിറ്റാൽ എത്ര രൂപ കിട്ടോ ആ കിട്ടിയതിന്റെ പകുതി ഫാത്തിമ ബീവിക്കുള്ളതല്ലേ? ആണ്, സംശയമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞതാണ്, ഖുർആന്റെ നസ്സാണ്. ഖുർആനിൽ ഒരു കാര്യം നസ്സ് വന്നാൽ അതിന് ഖിലാഫ് ഉണ്ടാകില്ല. ഖുർആനിൽ നസ്സ് പറയാത്ത ഏതൊരു കാര്യത്തിനും ഖിലാഫ് പ്രതീക്ഷിക്കാം. ഖുർആനിൽ ഒരു കാര്യം നസ്സായിട്ട് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഉറപ്പാ. ആ കാര്യത്തിൽ വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് ഖുർആനിന്റെ നസ്സായതുകൊണ്ട് ഏതെങ്കിലും ഒരു മദ്ഹബിൽ അങ്ങനെ വന്നാ വ്യഭിചരിച്ചോ എന്നൊരു ഖിലാഫുണ്ടോ? ഇല്ല. മദ്യപാനം ഹറാമാണെന്ന് ഖുർആന്റെ നസ്സാണ്. ആ നസ്സ് വന്നാൽ പിന്നെ ഒരു ഖിലാഫില്ല. ഇത് ഖുർആൻ പറഞ്ഞതാ, ഫലഹൻ നിസ്ഫു, പകുതി കിട്ടണമെന്നത്. പിന്നെ അതിന് ഖിലാഫ് പോലും എതിരഭിപ്രായം ആ വിഷയത്തിൽ ഇല്ല. ഫാത്തിമ ബീവി പോയി ഈ പടയങ്കി വിറ്റാൽ 10 പൈസ കിട്ടിയ 5 പൈസ ഫാത്തിമ ബീവിക്കല്ലേ? 10 രൂപ കിട്ടിയ 5 രൂപ ഫാത്തിമ ബീവിക്ക് ഖുർആൻ വക വെച്ചു കൊടുത്തതല്ലേ? ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ പോകുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. സിദ്ദീഖ് എന്നവരെ കുടുങ്ങിയിട്ട് വരികയാണ്. എന്താണ് ഫാത്തിമ ബീവിയുടെ ജീവിതം? സാമ്പത്തിക മേഖല പറയാൻ പോകുമ്പോ ഞാൻ അവിടെ വെച്ച് പറയാം. പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ സാമ്പത്തിക വിപ്ലവം പറയുമ്പോൾ അവിടെ വെച്ച് പറയാം. ഫാത്തിമത്തു സുഹ്റ പോയി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് തങ്ങളുടെ മകൾ ചെന്ന് അന്നത്തെ ഇസ്ലാമിന്റെ ഭരണാധികാരി, ഇസ്ലാമിന്റെ ഖലീഫ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സിദ്ദീഖിന്റെ ഹദറത്തിൽ ചെന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, എന്റെ വാപ്പ വഫാത്തായി, വാപ്പാന്റെ സ്വത്തിൽ നിന്ന് പകുതി തന്നാലേ ആ കിട്ടിയ കാശ് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കഴിയുന്നവരാ. ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ ഒരു ഉറുപ്പികയില്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി, എന്തെങ്കിലും ആ പച്ചവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാൻ ഒരു സാധനവും വീട്ടിലില്ല എന്ന് പറഞ്ഞ് ഹസൻ ഹുസൈൻ എന്നോ ഒരു കരഞ്ഞപ്പോ അലിയാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ, എവിടുന്നെങ്കിലും ഒരു ഉറുപ്പ കടം കിട്ടുമെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലിയാർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്വന്തം മകളാണ്, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മകളാണ് ഫാത്തിമത്തു സുഹ്റ വന്നിട്ട് പറയുന്നത്, സിദ്ദീഖ് എന്നവരെ, എനിക്ക് അതിന്റെ പകുതി തന്നൂടെ? എന്താ സിദ്ദീഖ് പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പകുതി മകൾക്കാണ്, പക്ഷേ തരാൻ പറ്റൂല. ഫാത്തിമ തരാൻ പറ്റില്ല. ആ മനസ്സ് നിങ്ങൾ വായിക്കണം. ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം കുടുങ്ങിയ ഒരു വീട്ടിൽ നിന്നൊരു മകള് വന്നിട്ട് വാപ്പാനോട് ചോദിക്കാണ്, ഉപ്പാ, ഈ ആഴ്ചത്തെ റേഷൻ വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് കുടുങ്ങി, കഴിഞ്ഞ ആഴ്ചത്തെ റേഷൻ തന്നെ വാങ്ങാൻ കഴിയാതെ പോയി, മണ്ണെണ്ണയും പോയി, റമദാൻ സ്പെഷ്യൽ പഞ്ചസാരയും പോയി, റേഷൻ പീടിയിൽ വാങ്ങാൻ പോലും കഴിയില്ല, ഉപ്പോ കടന്ത എന്ന് പറയുമ്പോ ആ മകളോട് വാപ്പ പറയാണ്, പൊയ്ക്കോ മോളെ, വാപ്പാന്റെ അടുത്ത് ഇപ്പൊ തരാനില്ല, അല്ലെങ്കിൽ തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചാൽ ആ പെണ്ണ് തിരിച്ചു പോരുന്ന ഹൃദയം നിങ്ങൾ വായിക്കണം. ഫാത്തിമ ബീവി തിരിച്ചു പോരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തില്ല. എന്തേ കൊടുക്കാത്തത്? ഖുർആനിലുണ്ടല്ലോ ഫലഹൻ നിസ്ഫു, എന്തേ കൊടുക്കാതിരുന്നത്? തരാൻ പറ്റില്ല മകളെ, ഖുർആനിലുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ മകൾക്ക് തരാൻ പറ്റൂല. എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കന്മാരെ അനന്തരമെടുക്കാൻ പാടില്ല, അമ്പിയാക്കളെ സ്വത്ത് മക്കൾക്ക് അനന്തരമെടുക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ വാപ്പ ഐനുർ റഹ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തു നബി നബിയായതുകൊണ്ട്, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ നബിയായതുകൊണ്ട്, ഫാത്തിമയുടെ വാപ്പ നബിയായതുകൊണ്ട് ഖുർആൻ ഫലഹൻ നിസ്ഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മകളെ തരാൻ പറ്റില്ല. ഫാത്തിമ ബീവി തിരിച്ചു പോന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയമം നടപ്പാക്കിയത് എവിടെ നിന്ന്? ഖുർആനില്ലേ? സിദ്ദീഖിന്റെ മുമ്പിലുള്ളത് ഖുർആനല്ലേ? ആ ഖുർആൻ കൊണ്ട് ഭരിക്കേണ്ട ആളല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? എന്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ നിയമം നടപ്പാക്കിയില്ല? ഈ വിഷയം വന്നപ്പോ ഹദീസിലേക്ക് ഇറങ്ങി, അവിടുന്ന് നേരെ താഴോട്ടിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്,
ഇത് അമ്പിയാക്കൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ഫാത്തിമ ബീവിന്റെ വാപ്പ നബി ആയതുകൊണ്ട് മോളെ തരാൻ ഒരു മാർഗവുമില്ല, പൊയ്ക്കോ, അള്ളാഹു റസൂൽ തടഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഖുർആൻ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുമോ? ഖുർആൻ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. ഹദീസും കൂടി അതിലേക്ക് ചേരണം. ഹദീസും കൂടി ആയാൽ പറ്റുമോ? ഹദീസും കൂടി ഒരൊറ്റ വാക്കും കൂടി ചോദിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. ഒറ്റ കാര്യവും കൂടി ചോദിക്കുകയാണ് ഞാൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ അവരെ ഈ പ്രസ്ഥാനത്തിന്റെ കുടുംബബന്ധത്തിൽ നിന്ന്, ഈ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു ചാടിക്കാൻ എടുക്കുന്ന ഒരു വലിയ തന്ത്രമാണ്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ ഖുർആനിൽ എന്താ പറഞ്ഞത് അത് സ്വീകരിച്ചാൽ മതി. ഞങ്ങൾ ഏതായാലും നിങ്ങൾക്ക് പറ്റാത്തവരാ, മുജാഹിദാണ്, ജമാഅത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറ്റം പറയും. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കണ്ട, നിങ്ങൾ ഖുർആനിൽ എന്താ പറഞ്ഞത് അത് സ്വീകരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഖുർആനിന്റെ ഒരു പരിഭാഷ നമ്മുടെ വീട്ടിൽ തന്നിട്ട് പോകും. നമ്മളതെടുത്തു. അപ്പൊ അവരിങ്ങനെ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി എഴുതി വെച്ചിരിക്കില്ലേ? ആ എഴുതി വെച്ചത് നമ്മൾ മുന്നിൽ കാണിച്ചു വരുമ്പോ ശരി തന്നെ കേട്ടോ, അള്ളാഹു ഖുർആനിൽ ഇങ്ങനെയല്ലേ പറഞ്ഞത്, നമുക്കെന്താ അള്ളാഹു പറഞ്ഞത് സ്വീകരിച്ചാ പോരെ? ഈ തർക്കത്തിലൊക്കെ പോകേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഈ മൂല്യാക്കന്മാർ സ്റ്റേജിൽ കയറി നീട്ടി വയലു പറഞ്ഞിട്ട് അത് കേട്ടുകാണ് മനുഷ്യന്മാർ എത്ര കാല വഴിതെറ്റി നടന്നത്. ഇതൊക്കെ ഈ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി അവരെടുക്കുന്ന തന്ത്രമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒറ്റ വാക്ക് കൂടി പറയട്ടെ. ഞാൻ ഇനാം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച സംഖ്യ ഇനാം തന്നേക്കാം. ഞാൻ പറയുന്ന ഒരൊറ്റ വിഷയത്തിന് നിങ്ങളൊരു മസ്അല കൊണ്ടുവന്നാൽ, ദീനിന്റെ നിയമം ഖുർആനിൽ നിന്ന് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഹദീസും കൂടി കൂട്ടിക്കോ, ഞാൻ ഖുർആൻ മാത്രമാക്കണ്ട, ഹദീസും കൂടി കൂട്ടിക്കോ, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു ഇസ്ലാമിക നിയമം നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച സംഖ്യ ഇനാം തന്നേക്കാം. എന്താ? ഒരു സംഭവിച്ച ഒരു യാഥാർത്ഥ്യം, അതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഞാൻ ഭാവനയിൽ സൃഷ്ടിച്ചുണ്ടാക്കി പറയല്ല. ഒരു പെണ്ണ് ജനുവരി 1-ാം തീയതി പ്രസവിച്ചു. 2 കൊല്ലേ ആയിട്ടുള്ളൂ ഈ കാര്യം നടന്നിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 2 വർഷമേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. ഒരു പെണ്ണ് ജനുവരി 1-ാം തീയതി പ്രസവിച്ചു. 3 കുട്ടികളെ പറ്റി. പ്രസവം നിർത്തി പള്ള ചെയ്ത പണി ഒരൊറ്റ പേര് തന്നെ അങ്ങോട്ട് കൊടുക്കുക. ഇതേ പെണ്ണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 30-ാം തീയതി എന്ന് പറഞ്ഞാൽ 90-ാം ദിവസം, ആ പെണ്ണിന്റെ 90-ന്റെ അന്ന് വീണ്ടും 2 കുട്ടികളെ പറ്റി. ഇതൊരത്ഭുതം. സാധാരണ നടക്കുന്നതാണോ? അതുകൊണ്ട് തന്നെ ഈ വാർത്ത വന്നത് പെട്ടിക്കോളത്തിലാണ്. ജനുവരി 1-ാം തീയതി 3 കുട്ടികളെ പെറ്റ ഇതേ സ്ത്രീ ആ പെണ്ണിന്റെ 90-ന്റെ അന്ന് 2 കുട്ടികളെയും കൂടി പെറ്റു, പ്രസവിച്ചു. ഇതിന്റെ ശറഈയായ ഒരു വിധി ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഒരു പച്ചയായ വിധി നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ചോദിച്ച സംഖ്യ ഇനാം തരാം. 6666 ആയത്തുകളിൽ നിന്നൊരു വിധി ഇതിൽ പറഞ്ഞു തന്നാൽ, അതല്ല ഖുർആൻ വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഹദീസും കൂടി കൂട്ടിക്കോ. 1,00,000 ഹദീസ്. 1,00,000 എന്നില്ല, ഇന്ന് ലോകത്ത് 1,00,000 ഇല്ല. ലോകത്തുള്ള ഹദീസ് എല്ലാം കൂടി സമാഹരിച്ചിട്ട് ഒരു ഗ്രന്ഥമാക്കാൻ തീരുമാനിച്ച് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉൽ മസാനീദ് ഒരു കിതാബ് ഉണ്ടാക്കിയിട്ട് 1,00,000 ഹദീസ് തേഞ്ഞില്ലാന്നാ. മാലിക് ഇമാമിന് 10,00,000 ഹദീസ് അറിയായിരുന്നു. 9,00,000 ഹദീസ് ഇന്ന് ലോകത്ത് കിട്ടാനില്ല. ഇന്ന് ലോകത്ത് കിട്ടാനില്ല. ഇന്ന് കിതാബുകളൊക്കെ ശേഖരിച്ച് CD ആക്കിയിട്ടും വല്ല സൈറ്റുകളിലും ഇന്റർനെറ്റുകളിലൊക്കെ ഹദീസ്, ഫിഖ്ഹ് ഒക്കെ അടിച്ചു കൊടുത്ത കിതാബുകളുണ്ട്. ഒരു ലക്ഷക്കണക്കിന് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി 5,00,000 കിതാബുകളാണ് ആ സൈറ്റിലുള്ളത്. 5,00,000 കിതാബ്. പക്ഷേ 1,00,000 ഹദീസ് ഇന്ന് ലോകത്ത് കിട്ടാനില്ല. 1,00,000 ഹദീസും കൂട്ടിക്കോ, കിട്ടാനുള്ളിടത്തോളം ഹദീസും കൂട്ടിക്കോ. ഞാൻ ഈ പറഞ്ഞതിന്റെ ഇസ്ലാമിക നിയമം പറ. എന്താ അവിടെ ഇസ്ലാമിക നിയമം പറയാൻ? ഈ പറഞ്ഞെടുത്ത് ഇസ്ലാമിക നിയമം പറയാൻ എന്താ ഉള്ളത്? ഉണ്ട്. ഒരു പെണ്ണിനെ ഒരു ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ആ ഭർത്താവ് മരണപ്പെട്ടാൽ, ഈ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയിരിക്കണം. ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാലും ഇദ്ദയിരിക്കണം. ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദയിരിക്കണം 3 മാസക്കാലം. ഭർത്താവ് മരണപ്പെട്ടാൽ ആ പെണ്ണ് ഇദ്ദയിരിക്കണം 4 അശ്ഹുരിൻ വ അശ്റാ, 4 മാസവും 10 ദിവസവും.
ഇത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ചില പെണ്ണുങ്ങൾ 40 ദിവസം ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകും. ഒരു 40 ദിവസമെങ്കിലും ഒന്ന് ഇരിക്കാൻ അയച്ചുകൂടെ എന്ന് പറയും. 40 അല്ല, ഭർത്താവ് ത്വലാഖ് ചൊല്ലിയതാണോ 3 ഹൈളും 3 ശുദ്ധിയും. എളുപ്പത്തിൽ പറഞ്ഞാൽ അത് വിശദീകരിക്കണം, അതിലേക്ക് കടക്കുന്നില്ല. 3 മാസം എന്ന് എളുപ്പത്തിന് വേണ്ടി അങ്ങ് പറയാം. 3 മാസക്കാലം ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ആ പെണ്ണ് ഇരിക്കണം. അതേ സമയത്ത് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ പെണ്ണ് 4 മാസവും 10 ദിവസവും ഇരിക്കണമെന്നത് ഖുർആനിന്റെ നിയമമാണ്. 4 മാസവും 5 ദിവസവും ഇരുന്നാൽ തന്നെ പോരാ, ആ പെണ്ണ് ശിക്ഷിക്കപ്പെടും, അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടും. ഇത് ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. ഒരു പെണ്ണ് ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് ഇരിക്കേണ്ട പെണ്ണ്, അതല്ലെങ്കിൽ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയിട്ട് 3 മാസം ഇരിക്കേണ്ട പെണ്ണ്, ആ പെണ്ണ് ഗർഭിണിയാണെങ്കിൽ, ശ്രദ്ധിക്കണേ, ആ പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ഗർഭം പൂർത്തിയാകുന്നത് വരെ ആണ് ഇദ്ദ. പ്രസവിച്ച ഇദ്ദ കഴിഞ്ഞ്. ഇന്ന് രാവിലെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ 9 മാസം ഗർഭം പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ ഭർത്താവ് മരിച്ചു, ഉച്ചക്ക് ആ പെണ്ണ് അങ്ങ് പ്രസവിച്ചു. പെണ്ണിന്റെ ഇദ്ദ കഴിഞ്ഞു. അതോടുകൂടി പെണ്ണിന്റെ ഇദ്ദ കഴിഞ്ഞ്, ഗർഭം പ്രസവിക്കുന്നതോടുകൂടി ഇദ്ദ കഴിഞ്ഞ്. അല്ല, ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് 1 മാസം ഗർഭമാണ്. 4 മാസം 10 ദിവസം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഗർഭിണിയാണോ ആ പെണ്ണിന്റെ ഇദ്ദ ഗർഭം പൂർത്തിയാകുന്നത് വരെയാണ്. ഇനി ആ പെണ്ണ് എത്ര കാലം ഇരിക്കണം? 9 മാസം ഇദ്ദ ഇരിക്കണം. എന്നാണോ അത് പ്രസവിക്കുന്നത് അന്ന് വരെ ഇരിക്കണം. ഇത് ഖുർആൻ പറഞ്ഞ നിയമമാണ്. ഇനി ഞാൻ ചോദിക്കുന്നു, ജനുവരി 1-ാം തീയതി 3 കുട്ടികളെ പെറ്റ ഈ പെണ്ണ്, മാർച്ച് 30-ാം തീയതി 2 കുട്ടികളെ വീണ്ടും പ്രസവിച്ച ഈ പെണ്ണ്, ഭർത്താവ് മരണപ്പെട്ട പെണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയ പെണ്ണാണെങ്കിൽ, ഗർഭമുള്ള സമയത്തും ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് പോകും. ഹൈളുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖ് പോകും. പക്ഷെ തലാഖ് സുന്നിയെ ബിദഇയെ 2 തരത്തിലുണ്ടെന്ന് മാത്രം. ചൊല്ലിയോ ത്വലാഖ് പോകും. ഗർഭമുള്ള പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖ് പോകും. ഗർഭമുള്ള സമയത്ത് ഭർത്താവ് മരിച്ചാൽ ഇദ്ദ ഇരിക്കണം. ഈ പെണ്ണിന്റെ ഇദ്ദ ആ പ്രസവം നടക്കുന്നത് വരെയാണ്. ഞാൻ ചോദിക്കുന്നു, ജനുവരി 1-ാം തീയതി പ്രസവിച്ച പെണ്ണില്ലേ, മാർച്ച് 30-ാം തീയതി വീണ്ടും പ്രസവിച്ച പെണ്ണില്ലേ, ഈ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചതാണെങ്കിൽ ആ പെണ്ണിന്റെ ഇദ്ദ ആദ്യത്തെ പ്രസവത്തിൽ കഴിയുമോ, അതല്ല 2ാമത്തെ പ്രസവത്തിൽ കഴിയുമോ? ആദ്യത്തെ പ്രസവത്തിലാ കഴിയാ, 2ാമത്തെ പ്രസവത്തിലാ കഴിയാം? അല്ലയോ വിദ്യാർത്ഥികാരാ, ഒരൊറ്റ ആയത്ത് കൊണ്ടുവാ, ഒരു ഹദീസ് കൊണ്ടുവാ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു നിയമം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നീ ചോദിക്കുന്ന സംഖ്യ എന്താണോ അത് ഞാൻ ഇനാം തന്നേക്കാം. ലോകത്ത് കഴിയില്ല, ഒരൊറ്റ മനുഷ്യരും ഇതിനൊരായത്ത് പറഞ്ഞിട്ട് ഓടാൻ കഴിയില്ല, ഒരു ഹദീത്ത് പറയാൻ കഴിയില്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞു 10 ലക്ഷം ഹദീത്ത് മനപ്പാഠം പഠിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവരിൽ നിന്ന് ദീൻ കൈമാറി പഠിച്ച, അവരിൽ നേരിട്ട് ഇങ്ങോട്ട് പഠിച്ചു വന്ന പാരമ്പര്യത്തിൽ ദീൻ ഹദീത്ത് പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ യഥാർത്ഥ രൂപം പഠിച്ചുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കിയ ഇമാമുകൾ ഇതിന്റെ മസ്അല എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ മസ്അല? തുഹഫ എടുത്തു നോക്കൂ. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തുഹഫ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജും അതിന്റെ വ്യാഖ്യാനമായ തുഹഫയും പഠിച്ചു നോക്കിയാൽ ഫസ്ലുൻ ഇദ്ദത്തുൽ ഹാമിലി, ഒരു ഗർഭിണിയുടെ ഇദ്ദ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ കാണാം. ഇദ്ദത്തുൽ ഹാമിലി, ഗർഭിണിയുടെ ഇദ്ദ എന്ന അധ്യായത്തിൽ പറയുന്നു, ഈ പെണ്ണ് ഒരു 3 കുട്ടികളെ പറ്റി അല്ലെങ്കിൽ ഒരു കുട്ടിയെ പറ്റി 6 മാസത്തിന് മുൻപ് ആ പെണ്ണ് വീണ്ടും പ്രസവിച്ചാൽ ഈ 2 കുട്ടികളും തൗഅമേനിയാണ്, ട്വിൻസാണ്, ഇരട്ട കുട്ടികളാണ്. ഇരട്ടയുടെ ഹുക്മലാണ് ഈ കുട്ടികളെ പെടുത്തുക. ഈ പെണ്ണിന്റെ ഇദ്ദ കഴിയുന്നത് 2ാമത്തെ പ്രസവത്തിലെ ഇദ്ദ കഴിയൂ, 1ാമത്തെ പ്രസവത്തിൽ ഇദ്ദ കഴിയില്ല.
ഇനിയും അവിടെ മസാലയുണ്ട്. ഈ 2 പ്രസവങ്ങൾക്കിടയിൽ 3 മാസത്തെ അവധിയില്ലേ? ആ 3 മാസത്തെ 90 ദിവസത്തെ അവധിക്കുള്ളിൽ ആ പെണ്ണിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തസ്രാവം വന്നത് ഹൈളാണോ നിഫാസായിട്ടാണോ പരിഗണിക്കുന്നത്? ഈ പെണ്ണിൽ നിന്ന് ഈ 2 പ്രസവവേളകൾക്കിടയിൽ കാണുന്ന രക്തം ഹൈളിന്റെ രക്തമാണോ? വിധി ഇസ്ലാമിൽ വേറൊന്നാണ്, നിസ്കാരത്തിന്റെ മസാല മറ്റൊന്നാണ്. അതല്ല, ഈ പെണ്ണിൽ നിന്ന് കാണുന്ന രക്തം പ്രസവത്തിന്റെ നിഫാസ് രക്തമാണോ? ആ പെണ്ണിന്റെ നിസ്കാരത്തിന്റെ മസാല വേറെ ഒന്നാണ്. ഏത് രക്തമാണെന്ന് പറ. ചോദ്യം ഞാനൊരു 10 ഇതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചേക്കാം. മറുപടി നീ പറയണം. ചോദിക്കൂ, നിങ്ങൾ വിദ്യാർത്ഥികാരോട് ചോദിക്കൂ. അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാകൂല. ഉണ്ടായല്ലോ, ഉണ്ടായി. ഇതിവിടെ ഉണ്ടായതാ. ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം കുടുംബത്തിലുണ്ടായതാ. പത്രം എന്റെ കയ്യിലുണ്ട്. ഏത് വിദ്യാർത്ഥികാരൻ ഉണ്ടാകുകയില്ലെന്ന് നിഷേധിച്ചാലും കൊണ്ടുപോവാ, കാണിച്ചു തരാം പത്രം. അല്ലെങ്കിൽ അപ്പൊ പത്രത്തിന്റെ ഫോട്ടോസ്റ്റാറ്റേക്കും തരാം. എന്നിട്ട് ചോദിക്കൂ, എന്താ ഇതിന്റെ വിധി? ഖുർആനിന്നൊരു വിധി അവൻ പറഞ്ഞ, ഹദീസിന്നൊരു വിധി അവൻ പറഞ്ഞ, ചോദിച്ച് സംഖ്യ ഇനാം കൊടുക്കാതെ പറഞ്ഞേക്ക്, ഞാൻ ഏറ്റെടുത്തോളാം ഇൻഷാ അല്ലാഹ്. കഴിയില്ല, അതുകൊണ്ട് അത്ര ധൈര്യം. പിന്നെ അവിടെ ഫുഖഹാ പറഞ്ഞത് അംഗീകരിക്കണം. ഇതാ നമ്മൾ പറഞ്ഞത്, ഖുർആൻ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞകാല ഇമാമുകൾ എഴുതി വെച്ചതുപോലെയാണെങ്കിൽ പാരായണത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത പോലെ അർത്ഥം പറയുന്നിടത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. അപ്പൊ മുസ്ലിം സമൂഹത്തിൽ കുഴപ്പമുണ്ടാകില്ല, ഐക്യപ്പെടും, യോജിപ്പുണ്ടാകും. ഇതിവിടെ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയതാരാ? ഈ അർത്ഥം വ്യത്യാസപ്പെട്ടി വെച്ചവരല്ലേ? ഈ നിഫാസിന്റെ രക്തമോ ഹൈദിന്റെ രക്തമോ എന്നതും തുഹഫയിലുണ്ട്. ഹൈദ് നിഫാസിനെ പറയുന്നിടത്ത് 2 പ്രസവങ്ങൾക്കിടയിൽ കാണുന്ന രക്തത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. സംഭവം നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാ. എഴുതി വെച്ചത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്നറിയോ?